ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടുക എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ റീൽസ് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാ അക്കൗണ്ടായിട്ട് മാത്രമേ തോന്നത്തുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതൊരു യൂട്യൂബ് ചാനലിൻ്റെ രീതിയിലോട്ടൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമൻസിൽ പറയണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്രധാന പരിപാടിയായിട്ടുള്ള ബ്ലൈൻഡ് ബാഗ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാൻഡ്രിയ തമ്മിലുള്ള കുറോമിയുടെ ബ്ലൈൻഡ് ബാഗാണ് ഇനി ചെയ്യുന്നത്. ശരിക്കും ഇതിന് ബ്ലൈൻഡ് ബാഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൻ്റെ കവറിൽ നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്യൂഷിയൊക്കെ ഇങ്ങനെ ഞെക്കി കളിക്കാമെന്ന് മാത്രമാണ്. അങ്ങനെ നമ്മുടെ കുറോമിനെ വരച്ച് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് ഈ വീഡിയോയിലൂടെയാണ് പറയുന്നത്. അപ്പോൾ 20-ാം തീയതി ആയിരുന്നു റിസൾട്ട് പറയേണ്ടിയിരുന്നത്. അന്ന് തന്നെ വിന്നറെ സെലക്ട് ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോ കുറച്ച് വലുതാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തി റിസൾട്ട് പറയാമെന്ന് വിചാരിച്ചത്. അതേപോലെ ഈ വീഡിയോക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതേപോലെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഗിവ് അവേ വിൻ ചെയ്യുന്നവർ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടോ കമൻറ്റ് വഴിയിട്ടോ മെയിലായിട്ടോ എന്തെങ്കിലും ഒന്ന് പറയണം കിട്ടിയെന്ന്. അത് നമ്മൾ ഗിഫ്റ്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം പോസ്റ്റ് ഓഫീസ് കേരളത്തിലായതുകൊണ്ട് തന്നെ ഒരു 4 to 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ എന്തെങ്കിലും കാര്യം കൊണ്ട് കിട്ടാണ്ടിരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഗിഫ്റ്റ് വീണ്ടും അയക്കാനായിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രാക്കിംഗ് നമ്പറൊക്കെ ഉള്ളതാണ്. പക്ഷേ എന്തെങ്കിലും കാര്യം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനൊരു കാര്യം വെച്ചിട്ട് പറഞ്ഞതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ടേക്ക് ഒരു ബുക്ക് സ്റ്റോറിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയപ്പോഴത്തേക്ക് അത് മിസ്സായി പോയി. പക്ഷേ അതെനിക്ക് നോർമൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ട്രാക്കിംഗ് നമ്പറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ സ്റ്റോറി ഇടുകയോ മെൻഷൻ ചെയ്യുകയോ അങ്ങനെയൊന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കോമൺ, റയർ, എപ്പിക്, ലെജൻഡ് അതൊക്കെ എഴുതി വെക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ജിൻ്റെയും സോസിൻ്റെയൊക്കെ ബ്ലൈൻഡ് ബാഗ്സ് അൺബോക്സിങ് വീഡിയോ ഉണ്ട്. വട്ടായിട്ടാണ് ഈ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയത്. ഇത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണെങ്കിൽ ഇത് അൺബോക്സ് ചെയ്ത് കളിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ആ സ്ക്യൂഷിയൊക്കെ ഞെക്കി കളിക്കാനും സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഒട്ടിച്ച് വെക്കാനായിട്ട് നല്ല രസമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതേപോലെ കടൽ ക്ലൗഡിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. നല്ല രസമാണ് അവരുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. പിന്നെ ഇതിൽ കുറച്ച് പാടായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പഞ്ഞ് കുത്തിയറച്ചത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പഞ്ഞിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയൊന്നുമല്ല. ഇത് ഞാൻ പഴയ കുഷിയും കീറിയെടുത്ത് അതിലെ പഞ്ഞി ഒരു ബോക്സിലാക്കി വെച്ചേക്കുന്നുള്ളൂ. ഇനി ഈ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം കൊണ്ടുവന്നൊരു ഗിഫ്റ്റാണിത്. എൻ്റെ പുസ്തക ഫ്രണ്ടായിട്ടുള്ള നസീറ ചേച്ചി എനിക്ക് അയച്ചു തന്ന ഗിഫ്റ്റാണിത്. ഒരു കോഫി മഗ്ഗാണ്. പുസ്തകത്തിൻ്റെ പ്രിൻ്റൊക്കെ ഉള്ളതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ നാൾ മുന്നേ എനിക്കൊരു പോസ്റ്റ് കാർഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഒത്തിരി പേർക്ക് പോസ്റ്റ് കാർഡ് അയക്കാറുണ്ട്. സാധാരണയായിട്ട് എനിക്ക് പോസ്റ്റ് ഓഫീസ് വഴി വരാറുള്ള, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ ആധാർ കാർഡോ ATM കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടുന്നത്. അന്നത്തെ എൻ്റെ സന്തോഷം എനിക്ക് വാക്കുകളോടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്ക് ഇൻസ്റ്റാഗ്രാമറാണ്. അതേപോലെ തന്നെ ആ ചേച്ചിയുടെ ഹോം ലൈബ്രറി കാണാനായിട്ട് നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമ്മാനം എൻ്റെ ടേബിളിൽ തന്നെ വെച്ചേക്കുവാണ്. പിന്നെ ബുക്ക് സ്റ്റോറിൽ പോയായിരുന്നു പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ആലപ്പുഴയിലെ മാതൃഭൂമി ബുക്ക് സ്റ്റോറിലാണ് പോയത്. അപ്പോൾ പുസ്തകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും വായനയും പുസ്തകങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമുക്ക് വരുന്ന കമൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാവരും പുസ്തകങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാ ഗീവയിലും പുസ്തകങ്ങൾ ഉൾപ്പെടുത്താൻ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ ഖദീജ പുസ്തകമാണ് വാങ്ങിയേക്കുന്നത്. അതേപോലെ തന്നെ ശ്രീപാർവതിയുടെ മിസ്റ്റിക് മൗണ്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകം, ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അതേപോലെ നിങ്ങൾക്കും IAS നേടാമെന്ന് വേണ്ടൊരു പുസ്തകം. അതേപോലെ സൂസന്നയുടെ ഗ്രന്ഥപ്പുര, ഈ പുസ്തകം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടാണ്. പിന്നെ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയൊരു ഗ്ലൂ ഗൺ ആയിരുന്നു. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ചെറിയ ഗ്ലൂ ഗൺ വാങ്ങിച്ചത്. പക്ഷേ ഇത് കറക്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യണില്ല. ഇത് ജാമായിട്ടിരിക്കുകയാണ്. ഇത് സ്റ്റക്കായിട്ട് ഇതിൻ്റെ ഗ്ലൂ പുറത്തോട്ടൊന്നും വരാണ്ട് ഒട്ടി തന്നെ ഉള്ളിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയ ഗ്ലൂ സ്റ്റിക്കാണ്. ഇത് മോശമാണോ എന്നറിയത്തില്ല. ഇതെന്തായാലും ഞാൻ കുറച്ചുകൂടെ വലുത് വാങ്ങിയിട്ടുണ്ട്. ഇതെങ്കിലും മര്യാദക്ക് വർക്ക് ചെയ്യാൻ മതിയായിരുന്നു. കാര്യം ഫെവിക്കോളൊന്നും വെച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ബാഗ്സ് റെഡി ആയിട്ടുണ്ട്. 2 ബ്ലൈൻഡ് ബാഗ്സ് ആണുള്ളത്. ഈ ബാർബിയുടെ ബ്ലൈൻഡ് ബാഗ് ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പറ്റിയത്. എന്തായാലും നമുക്ക് ഈ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരിക്കുന്നത് നോക്കാം. കാര്യം ഈ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണെങ്കിലും ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയിട്ട് തുറന്ന് ഓരോ സാധനങ്ങളെടുത്ത് ഇങ്ങനെ നോക്കുക, സ്ക്യൂഷിയൊക്കെ എടുത്ത് ഞെക്കി കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഒരു തവണയെങ്കിലും മനസ്സിലാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുറോമിയുടെ ഇപ്പം ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗാണ്. ഇത് നമ്മൾ തുറന്ന് നോക്കുവാണ്.
കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടെയാണ് അവർ ഇതൊക്കെ തുറന്ന് നോക്കാറുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. പോരാത്തതിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൂടെ നമ്മൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഇതായിട്ടൊക്കെ ഓടി നടന്ന് കളിക്കുന്ന കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് കുറേ സമയമൊന്നും എനിക്ക് ചിലവാക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയ ഒരു കുറോമയുടെ സ്റ്റിക്കർ സെറ്റ് അതിൽ കട്ട് ചെയ്ത് വെച്ചാണ്. ഇനി നമ്മുടെ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യേണ്ട സമയമാണ്. ഇത്തവണ എന്തായാലും ഇങ്ങനെയാണ് ഗീവ് അവേ വിന്നറെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വരെ നമ്മൾ ഗീവ് അവേ വിന്നറെ കാണിച്ചുകൊണ്ടിരുന്നു സ്ക്രീൻ റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ചെയ്തിട്ട് സേവ് ആയില്ലായിരുന്നു വീഡിയോ. അങ്ങനെ പണി കിട്ടി. അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് അന്ന് അത് പോസ്റ്റ് ഇട്ടാണ് ഗീവ് അവേ റിസൾട്ട് കാണിച്ചത്. എന്തായാലും ഇത്തവണ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീവ് അവേ വിന്നർ ഇൻസ്റ്റാ പേജ് വഴിയോ മെയിൽ വഴിയോ അഡ്രസ്സ് അയച്ചു തരേണ്ടതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിൻ നമ്പറും കോൺടാക്ട് നമ്പറും വെച്ചിട്ട് വേണം അഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റുകൾ. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റോറിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുസ്തകങ്ങൾ എത്ര കൂട്ടായിട്ടിരുന്നാലും നമ്മുടെ കണ്ണെപ്പോഴും ഖദീജ പുസ്തകത്തിലോട്ട് മാത്രമേ പോകാറുള്ളൂ. പിന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങാനില്ലായിരുന്നു. കുറച്ച് കളർ പെന്നും പിന്നെ സ്റ്റിക്കർ ബോക്സും ആയിരുന്നു വാങ്ങാനുണ്ടായിരുന്നു. ബാർബിയുടെ സ്റ്റിക്കർ ബോക്സാണ്. ഇതെൻ്റെ ഒരു അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ വാട്ടർ കളർ പെന്നാണിത്. ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സിസിൻ്റെ നിന്ന് അടിച്ചു മാറ്റി അൺബോക്സ് ചെയ്യുന്നുള്ളത്. ബോഡി വാഷും ടോണറൊക്കെയാണ്. ഇത് പ്ലമ്മിൻ്റെ സൈറ്റിൽ നിന്ന് ബൈ വൺ ഗെറ്റ് വൺ വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 2 എണ്ണം എക്സ്ട്രാ കിട്ടിയത് അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതെനിക്ക് വായിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും വാങ്ങിയെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കവർ കണ്ടിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയെങ്കിലും ഇതിൻ്റെ എഴുത്തൊക്കെ അതിനേക്കാൾ മനോഹരമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് ചാപ്റ്റേഴ്സാണ്. നമ്മളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും മനസ്സിനൊരു റീഫ്രഷ് ഒക്കെ തരാനായിട്ട് ഈ പുസ്തകം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. വീഡിയോ ഫുള്ള് കാണുമെന്ന് പറഞ്ഞ കാര്യത്തിലോട്ടാണ് ഇനി വരുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ഗീവ് അവേയുടെ ഗിഫ്റ്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ പുതിയ ഷോർട്ട് വീഡിയോയിലൂടെ പറയുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക്